ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ ഹിബ? നമ്മളിങ്ങോട്ട് പോയിട്ടില്ല. നോക്ക്, വാവ്, നല്ല സുന്ദരമായ അന്തരീക്ഷത്തിലാണ് അല്ലേ ഹിബ? എന്താ അവസ്ഥ ഗൈസ്? 2-3 ദിവസമായിട്ട് ഫുള്ള് സീനാണ്. ബിക്കോസ് വേറെ ഒന്നല്ല, യാരക്ക് സുഖമില്ല അല്ലേ? യാരക്ക് പല്ല് വരുന്നതിനെ കൊണ്ടാണെന്ന് തോന്നുന്നു ഫുള്ള് പനിയും അതുപോലെ തന്നെ മക്കാറ് കളിയാണ്. അത് മാത്രല്ല, യാരനെ നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ, കിടന്ന് കരഞ്ഞ് ഫുള്ള് സീനാക്കിക്കാളും അല്ലേ? നിലത്ത് വെക്കാനേ പറ്റുന്നില്ല ഗൈസ്. കുറച്ച് ഓവറാണ് ഗൈസ്. നിലത്ത് ജസ്റ്റ് വെക്കാൻ കൂടി ഫുള്ള് സമയം നമ്മൾ കയ്യിലെടുത്തോടെ നിൽക്കണം. എന്തായാലും ഇപ്പൊ ജിമ്മിലൊന്നും പോണ്ട, നല്ല മസിലാ അല്ല ഹിബ? പിന്നെ എനിക്ക് എന്താ ഹിബ പരിപാടി? അപ്പൊ ഇന്നലെ ഞാൻ ഹിബക്ക് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചായിരുന്നു, വാലന്റൈൻസ് ഡേ ആയിട്ട്. പക്ഷെ ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല ഗൈസ്, ഫുള്ള് സീനായി പോയി. അതിനുകൂടി ഇന്ന് ഹിബക്കായുള്ള പ്രായശ്ചിത്തം ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, എന്താ തരുന്നേ? എങ്ങനെ? ഇപ്പൊ എനിക്ക് പ്രസവിച്ചതിന് ശേഷം ഒരു സർപ്രൈസുകൾ തരുന്നില്ല. ആ പ്രസവം തന്നെ ഒരു സർപ്രൈസ് അല്ലേ ഹിബ? ഇതിന്റെ വകകളെ ഇനി എന്തിനു വേറെ സർപ്രൈസ് വാങ്ങുന്നത്? അതന്നെ ഒരു കൊല്ലായി ഹിബ പറയാനുള്ളത്. എല്ലാരും വാലന്റൈൻസ് ഡേ ആയിട്ട് സ്റ്റോറീസ് ഒക്കെ ഇട്ട്, ഇവിടെ അമ്മക്ക് വാലന്റൈൻസ് ഡേ ആയിട്ട് സ്റ്റോറി. വാലന്റൈൻസ് ഡേക്കുള്ള സ്റ്റോറി ഇപ്പൊ കിട്ടും ഗൈസ്. നോക്കി, ഇതാണ് നമ്മളെ വാലന്റൈൻസ് ഡേ എന്തായിരുന്നു എന്നുള്ള ഞാൻ കാണിച്ചു തരാം. ഉറക്കത്തൊന്നും എണീച്ചിട്ട ഞാന്. ഹാപ്പി വാലന്റൈൻസ് ഡേ. എങ്ങനെ ഹിബ പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല? പുറത്തേക്ക് ഇറങ്ങ്. എന്ത് പുറത്തുനിന്നാണ് പറഞ്ഞു? യെസ് ഗൈസ്, അങ്ങനെ നമ്മളിതാ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഒരു നൈസ് ജേർണി. ഫസികാക്കന്റെ മുഖത്തൊരു തെളിച്ചക്കുറവുള്ള പോലെ ഉണ്ടാവുമല്ലോ അല്ലേ ആരാ? അല്ലെ, ഇന്ന് ഗേൾസ് ഷോപ്പിംഗ് ഡേ ആണ്. ഇന്റെ മോളെ, ഇന്റെ യാരി മമ്മി ഷോപ്പ് ചെയ്യാൻ കുറച്ച് ഞാൻ മമ്മ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാ വാങ്ങണ്ടേ. അതൊക്കെ യാരും പപ്പനോട് പറയണേ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇന്നിതാ കൃത്യം നമ്മളെ 15-ാം തീയതിയാണ്, അതായത് നമ്മളെ വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് ഒരു ദിവസം. അപ്പൊ ഇന്നലത്തെ നമ്മളെ വാലന്റൈൻസ് ഡേ കൊളായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു. ബിക്കോസ് ആർക്കും സുഖമില്ലായിരുന്നു, എല്ലാവർക്കും കുറച്ച് പരിപാടികളാണ്. മൈ വാലന്റൈൻ എന്ന് പറഞ്ഞ ഫോട്ടോ വെക്കാത്ത എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അങ്ങനത്തെ ഫാൻസി പരിപാടികൾക്ക് നിൽക്കാറില്ല. ഓക്കെ ഗൈസ്, അതൊക്കെ വിടാം. അപ്പൊ ഹിബ പറയൂ, എന്താണ് വേണ്ടത്? കാർഡ് ഇങ്ങോട്ട് താടോ, ഞാൻ തീരുമാനിച്ചോളാം. ഗൈസ്, ഇതിന്റെ കാർഡാ ചോദിക്കുന്നത്. ഓക്കെ, കാർഡ് ഏതാ? ഇത് വർക്ക് ചെയ്യാത്ത കാർഡ് ഉണ്ട്, അത് മതിയോ? ഓക്കെ, പിന്നെ ഇപ്പൊ കാർഡ് ഇതാണ് എന്റെ കാർഡ്. വെച്ചോ, അതിന്റെ സീരിയൽ നമ്പർ ഒന്ന് കാണിച്ചു കൊടുക്കല്ലോ, ബ്ലാഡി ഫുൾ. ഓക്കെ ഗൈസ്, അപ്പൊ ഹിബക്ക് ഞാൻ അങ്ങനെ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഹിബന്റെ ഇഷ്ടം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഹിബയും യാരും തീരുമാനിക്കാം. ഓക്കെ, ഇന്നെന്തായാലും ഹിബക്ക് കുറെ കാലം നമ്മള് സർപ്രൈസുകൾ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഈ മാതാപിതാക്കളുടെ ലൂപ്പിൽ പെട്ടുപോയി കുറച്ച് കാലം. അപ്പൊ ഗൈസ്, ഫസ്റ്റ് സാധനം ഫിക്സഡ്. ബിക്കോസ് ഞാൻ ഈ പ്രാവശ്യം ഒരു മദർ ആയതിനു ശേഷം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാറുള്ളൂ. ഇപ്പൊ പണ്ടത്തെ പോലെ വെറുതെ അങ്ങനെ പൊട്ടിക്കലില്ല. വെറുതെ അപ്പൊ പണ്ട് ഈ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാറുണ്ടെന്ന് നീ സമ്മതിച്ചു? അതെ, ഞാൻ വാങ്ങാറുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ക്രൈസ് ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങലുണ്ടായിരുന്നു, എന്തെങ്കിലും വാങ്ങുമായിരുന്നു. ഇപ്പം വാങ്ങാനുള്ള പൈസ അങ്ങനെ ക്രൈസ് കൂട്ടി വാങ്ങി ഇവളിപ്പോ ക്രൈസി ആയി. അതെ, ഇപ്പൊ നമ്മളെ കയ്യിലുള്ള പൈസ ഇപ്പൊ നമ്മളെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. അതിനൊക്കെ ഇങ്ങനെ തീർന്നു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് എന്റെ ചെരുപ്പിന്റെ ഒരു അവസ്ഥ. എന്റെ ജീവിതം 3000 പ്യൂമന്റെ ചെരുപ്പ് അവള് നല്ലപോലെ കൊണ്ടെടുക്കായിട്ട് ആ കളറായത്. ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല, ഒറിജിനൽ സാധനം. എനിക്ക് ഗർഭിണി ആയപ്പോ വാങ്ങി തന്നാണ്, 1 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ ഞാനൊരു പ്യൂമന്റെ ചെരുപ്പ് ഇതൊക്കെ ഞാനൊക്കെ വേണമെങ്കിൽ 3 കൊല്ലെങ്കിലും ഉപയോഗിക്കും. അതെ, 3 കൊല്ലം ഫസ്കാക്കിന്റെ ചെരുപ്പ് അവിടെ പ്യൂമന്റെ കിട്ടിക്കിട്. ഏത്? അതിന് 700 രൂപ ഉള്ളൂ, ഇതിന് 3000 രൂപ ചെരുപ്പിന്. 3000 അല്ല മോനെ, ഓഫറിൽ വാങ്ങിയതാണ്. ഓഫറിൽ വാങ്ങിയാണ് 2600 എന്തോ കൊടുത്തതാണ്. സംഭവം ആക്കല്ല മോനെ, ഒരു ചെരുപ്പ് വാങ്ങി തരാൻ വാങ്ങി തരാം, പക്ഷെ ഈ ടൈപ്പ് വാങ്ങി തരില്ല. ഈ ടൈപ്പ് വാങ്ങി തരില്ല, വേറെ ടൈപ്പ്. ഐ നീഡ് കംഫർട്ടബിൾ വൺ. അല്ല, ഈ ടൈപ്പ് നമ്മൾക്ക് ഓൾറെഡി ഉണ്ട്. ഐ ഡോണ്ട് നീഡ് കോസി വൺസ്. ഓക്കേ, അപ്പൊ സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെരുപ്പ് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് പറയാ, മനസ്സിലായോ? സംഭവത്തിന് ഹൈലൈറ്റ് മാൾ. നമ്മളെ ആരാ ഹൈലൈറ്റ് മാൾ? ആകെ ഒരു പ്രാവശ്യം അങ്ങനെ വന്നിട്ടുള്ളൂ അല്ലേ? ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. വാപ്പ കൊണ്ടല്ലോ. അതെ, നമ്മളിപ്പോ ഈ ഏരിയയിലേക്ക് അങ്ങനെ വരാറില്ല അല്ലേ? ഉള്ള മറ്റേ നെസ്റ്റോന്റെ അടുത്ത വീട്, പക്ഷെ നെസ്റ്റോല് ഇതുവരെ പോയിട്ടില്ല. അതെ, സത്യ ഗോകുലം മാളിന്റെ അടുത്ത കഴിച്ച് നമ്മളെ പുതിയ ഫ്ലാറ്റ്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകാറില്ല. മുറ്റത്തെ മുല്ലക്ക് മണമില്ല, അറിയില്ല. വലത് കാല് വെച്ച് ഇടത് കാല് വെച്ചിടാൻ കയറി. ഞാൻ ഇടത് കാല് വെച്ചിടാൻ കയറി. സന്തോഷമായില്ലേ? എന്തായാലും ഇപ്പൊ എനിക്കെന്താ, ഞാനേ ഇടതുകാല് വെച്ചാൽ മതി. വന്നപ്പോ ഒരു എസ്കലേറ്റർ ഒക്കെ ഓഫ് ആക്കി തന്നു. നല്ല ഐശ്വര്യമുള്ള കാല് ഗൈസ്. ഇടത് കാല് വെച്ച് കയറിയപ്പോഴേ തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറ്റുന്നു. അതിനെ കൊണ്ട് എസ്കലേറ്റർ ഓഫായി. എന്ത് കാലം ഇവന്റെ
കാലത്തികൾക്ക് വരുന്നാലും ഇമ്മാതിരി കാലം സൂപ്പർ കാലല്ലേ. വാ വാ. നമുക്ക് പഴയ വിൻറ്റേജ് കാറൊക്കെ ഉണ്ടല്ലോ. ഇവ വിൻറ്റേജ് കാർ ഇവ ഈ കാറ് രാജാക്കന്മാരെ കാറ്. ഇവ ഇതിന് കയറാൻ പറ്റുമോ? ഇങ്ങനെ കയറാനൊന്നും പറ്റില്ല. ആ ഇവ നമുക്ക് ചെരുപ്പ് എവിടെ നിന്ന് എടുക്കണ്ടേ? പറ സ്കെച്ചേഴ്സ്. എന്ത് സ്കെച്ചേഴ്സോ? ഇവ സ്കെച്ചേഴ്സ് ഇവിടെ പോണോ? വേണ്ടല്ലേ? അസ്കാറിന്റെ അടുത്ത് അത്ര പൈസ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഇതിനെ ഇമോഷണലി ഡൗൺ ആക്കാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കൂല. ഹിബ പിണങ്ങിട്ടോ. ഹിബന്റെ ബാഗ് ഞാൻ കൈമ പിടിച്ചെടുക്കണം. പെണ്ണുങ്ങളെ ബാഗ് ഞാൻ ഇടൂലെന്ന്. ഞാൻ പെണ്ണുങ്ങളെ ബാഗ് യൂസ് ചെയ്യാറില്ല. എനിക്ക് പെണ്ണുങ്ങളെ ബാഗേ ഇഷ്ടമല്ല. പിന്നെ ഞാൻ കേട്ടാ ഇപ്പൊ എനിക്കെന്താണ്, ഞാൻ എന്തേലും ചെയ്തോട്ടെ. പിടിച്ച് നടക്കുന്ന എന്തൊരു ബോറാണ്. ബോറോ? ചെരുപ്പ് എടുക്കാനായിട്ട് ഇതാ നമ്മള് ഇവിടെ ലൈഫ് സ്റ്റൈലിലാണ് കയറിയത് അല്ലേ? ഇപ്പൊ ലൈഫ് ഒന്ന് സ്റ്റൈലാക്കാൻ വിചാരിച്ചു. എന്റെ സ്റ്റൈലാക്കാൻ ലേശം കൂടുന്നുണ്ടോ? വേറെ കാര്യം ഏതെങ്കിലൊക്കെ എടുക്കുക വേഗം. കുട്ടിയുള്ളതായിട്ടോ, അത് ആലോചിച്ചിട്ട് ചെയ്യാം. പണ്ടത്തെ പോലെ അല്ല. സൈസ് ഇപ്പൊ കുറച്ച് ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ ഇതാല്ലേ. ഒരിക്കലും ഇട്ടല്ലേ, ഇതിപ്പോ കുട്ടി പേരിലുള്ളവർ ഇട്ടാണ്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ? അതല്ല മാഡം, ഇത് സൈസ് ഇപ്പൊ ചെറുതാണെങ്കിലും കുറച്ച് ഞാൻ ഇതൊന്ന് വലിയും. ഓക്കെ ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ഓക്കെ സാർ. ഇതും കൂടി ഇട്ടിരുന്നിട്ട് തള്ളാം. ഡാഡി നമുക്ക് ചെരുപ്പൊക്കെ ഇട്ടിരുന്നത് ഞാൻ കാണുന്നില്ലേ? നോക്ക് അടിമപ്പണിയടി മോളെ. ഓക്കെ സെറ്റല്ലേ? നോക്കി നോക്ക്. ഫസ്റ്റത്തെ ചെരുപ്പ് കിട്ടിന്നോ? ഇതൊന്നും എടുക്കൂല, ഇതൊക്കെ സാമ്പിൾ അഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നടക്കുള്ളൂ. ആ നടന്നോട്. പൊളി പൊളി. ഇപ്പൊ പോയോടത്തൊക്കെ കുറെ ന്യൂസൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ കണ്ടുപിടിച്ച സാധനം നോക്കിയാ വെള്ള കളർ കുറച്ചങ്ങോട്ട് നീങ്ങിയ. പക്ഷെ മോനെ നല്ല ഒട്ട സാധനം കേസ്. ഗോ കളിക്കുന്നുണ്ട്. അത് ഇവിടെ ഊരിട്ട് ഇനി അടുത്ത എടുക്കാൻ വേണ്ടി പോകും. എന്തിനാണ് ഓർക്ക് പണി ഉണ്ടാക്കണേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, പിന്നെ എന്തിനാ ഇട്ടോക്കണേ? ഇഷ്ടപ്പെട്ടാലും 5-6 വെറുതെ ട്രൈ. ഇതിലും നല്ലതുണ്ടെങ്കിലോ? അല്ല, അപ്പൊ ഇത് മാത്രം മതിയില്ല. ടൈം ഉണ്ട് കേട്ടോ, 2 മണിക്കൂറിന്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യണേ. മതി. ഓല് വരണ്ടേ? ഓ നോക്കുന്നുണ്ട്. ഓല് വരുന്നതിനെ ഞാൻ വെറുതെ കണ്ടല്ലോ. വെറുതെ ഇരുന്നൂടെ? റെസ്റ്റ് കിട്ടിയില്ലേ? വേണ്ട, അങ്ങനെ ഞാൻ റെസ്റ്റ് എടുക്കാറില്ലേ. ഷോപ്പിംഗ് നിന്നാ ഫുൾ ഓണം. വീട്ടിൽ ചോറുണ്ടാക്കിയില്ലേ കൈസ്? പുറത്തുനിന്നാണ് ഇന്ന് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്ന്. ഇവിടെ നിന്ന് കണ്ടോ തിരിഞ്ഞളിക്കണേ? ഇഷ്ടപ്പെട്ടിട്ടോ. ഒരു ചെരുപ്പ് വാങ്ങി എങ്ങനെയൊക്കെ കറക്റ്റ് സൈസ് ഉണ്ടായിരുന്നു. ഇവക്ക് സംതൃപ്തി ഇല്ലല്ലോ, കൊറേ നോക്കായിട്ടാവൂലേ? അല്ല, എനിക്ക് ഒരു ഹീൽസ് വേണ്ടി, ഒരു ഫ്ലാറ്റ് വേണ്ടി. ഫ്ലാറ്റ് ഇപ്പൊ എടുത്തല്ലോ, ഇനി വേറെ ഒന്നും കൂടി എടുക്കാം കുറച്ചും കൂടി കഴിഞ്ഞിട്ടോ. ഫ്ലാറ്റ് അല്ല, ഫ്ലാറ്റ് ചെരുപ്പ്. സന്തോഷായില്ലേ? സന്തോഷായി. ഇറങ്ങിയ സാധനം ഈ മേടിച്ചോ? പൈസ നമ്മളും എടുത്തിട്ട് മേടിക്കണ്ട. കാർഡ് വാങ്ങി ഓര്. അടുത്ത വാങ്ങാനുള്ളതല്ലേ? അതെ, അടുത്ത വാങ്ങാനുള്ള കാർഡ് വാങ്ങിയെന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ അതൊന്നും ചോദിക്കാറൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി എന്താ ഹിബ അടുത്തത് എന്താ വേണ്ടിയേ? അത് ആൾഡോയോ? അതിനി പോനോട് പോയി ചോദിക്കണ്ടേ? ആൾഡോനോട് പോയി കണ്ട് സംസാരിച്ചിട്ടൊക്കെ റെഡി ആവുള്ളൂ. ഇതാണ് ആൾഡോ. എന്തിനാ ഹിബ ആൾഡോ? നമുക്ക് വേറെ വല്ല ഡാൾഡ ഇട്ട് വാങ്ങി തരാം. ലൂയിസ് ലൂയിസ് വിട്ടോൺ. ലൂയിസ് വിഷൻ ഏഷ്യാനെറ്റ് വിഷന്റെ സാധനം വേറെ. എന്താ വേണ്ടിന്ന് ഞാൻ പറഞ്ഞ? ബാഗ് വേണോ ഡ്രസ് വേണോ? എവിടാന്നൊന്നും പറയണം. എന്നാ ബാഗ് വാങ്ങിക്കോ. പോട്ടെ, വണ്ടി പോട്ടെ. കൂൾഡോ ഞാൻ എന്റെ ആഗ്രഹം മാറ്റിട്ടോ. ഞാൻ ബാഗ് മാറ്റി ഡ്രസ്സാക്കി. രക്ഷപ്പെട്ട്. ഡ്രസ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ, ഫുൾ ഡ്രസ്സാ. അടുത്ത വേറെ പറഞ്ഞോണ്ട് അപ്പൊ നമ്മള് വെസ്റ്റ് സൈഡ് വന്നതാ. അപ്പം മുരുകൻ, എപ്പോൾ നമ്മൾ പറയുന്നതല്ല, മുരുകൻ വേട്ട തുടങ്ങി മക്കളെ. ഈ ഹിബന്റെ കളികളെ വരാൻ പോണ അല്ലേ ഹിബ? എത്ര ഡ്രസ് എടുക്കാം? ചവിട്ടൊക്കെ എന്ത് ആത്മസംതൃപ്തിയാ ഹിബ ഇന്ന് കിട്ടുന്നത്? ഒരു വർഷത്തിന് ശേഷമാണ് വാങ്ങി തരുന്നത്. അവൾക്ക് എത്ര ഡ്രസ്സ് കിട്ടിയാലും മതിയാവില്ല കേട്ടോ. എന്തൊരു സ്വഭാവമാണെന്ന് എനിക്കറിയില്ല. അവൾക്ക് ഇനിയിപ്പോൾ 10,000 രൂപ കൊടുത്താലും 10,000 രൂപയ്ക്ക് ഡ്രസ്സ് വാങ്ങും, വേറെ ഒന്നും വാങ്ങൂല അല്ലേ ഹിബ? കിടക്കാൻ കട്ടിലില്ലെങ്കിലും സാരില്ല,
എടുത്തു വെക്കാൻ അൾമാറില്ലെങ്കിൽ സീനില്ല. ഡ്രസ്സ് വേണം അല്ലേ? ഇത് അടിപൊളി. ഇതൊരു പണിയില്ല. കുറച്ച് തുണി അടിക്കുക, ഇതെടുത്ത് ഡൈ ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിളാണ് പക്ഷെ ഹമ്പിളാ. എങ്ങനെ മൂന്നാളിങ്ങനെ കണ്ടതിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകണേ? വേണ്ടടി ഹിബ, അതൊക്കെ ചാറല്ലേ. വാ ഹിബ അതാ കുറേ ഡ്രസ്സുകളൊക്കെ നോക്കുന്നുണ്ട്. ഹിബക്ക് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞാൽ അതെന്താ ഹിബക്ക് എയർപോർട്ടിലേക്ക് ജോലി കിട്ടിയോ? ഇതൊക്കെ അവിടെ വെക്കട്ടെ, കുറച്ച് സംസാരിക്കാണ്ട് നമ്മള് തമ്മിൽ. അത് എയർപോർട്ടിൽ എപ്പോഴും നല്ല ട്രെൻഡി സാധനങ്ങൾ ഈ സിനിമ നടിമാരുടെ. അവർക്കൊക്കെ രശ്മിക മന്ദന പുഷ്പക്ക് വാങ്ങിയത് 8 കോടിയോ 10 കോടി എങ്ങനെ. എനക്ക് ഹിബ നമുക്ക് ആകെ ഒരു ഓണക്കോടി മാത്രമല്ലേ ഹിബ നമ്മൾ 20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. അതെ അതെ അതെ, ലോൺ എടുത്തിട്ട് അതിൽ ഡ്രസ്സ് മേടിക്കണം അല്ലേ? അതെ നമ്മളത്. അപ്പോൾ ഇത് ഹിബക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. അപ്പോൾ ഇതിന് പാൻറ്റിന് വേറെ വിലയും ഇതിന് വേറെ വിലയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കട്ടെ. എന്താ ഹിബ ഒന്ന് ആലോചിക്കാല്ലേ? യെസ്, ഫുള്ള് ആലോചിക്കലാണ്. ഹിബക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പറയുന്നത് ആലോചിക്കട്ടെ. നമ്മളെ പിണറായി വിജയൻ പറയണ പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. പറയൂ എന്താണ്? മന്ത്രിസഭയിൽ ആലോചിക്കാം. എപ്പോഴും ഒരേ മന്ത്രിസഭ ആയിട്ടൊരു ബോറടിക്കുന്നുണ്ട്. ഇടക്കിടക്ക് മന്ത്രിസഭ ഒക്കെ മാറാണെങ്കിൽ ഹരാവായിരുന്നില്ല ഹിബ? ജീവിതത്തിലൊക്കെ അതുപോലെ തന്നെ. എന്താ ഹിബ? ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ ഒന്ന് എടുത്തുതരാം ഇന്റെ വക വാലന്റൈൻസ് ഗിഫ്റ്റ്. ഓക്കെ, ഏറ്റവും വില പറഞ്ഞ ഇവിടെ അത് പോയി ചോദിച്ചു നോക്കട്ടെ സെയിൽസ്മാനോട്. മുരുകൻ ബില്ലെടുക്കാം കേട്ടോ, വേട്ട കഴിഞ്ഞു. അത് ബില്ലെടുക്കാൻ വേണ്ടി നോക്കാം. സന്തോഷായോ? അതെന്തേ റീൽസോ? ഇപ്പതാ അങ്ങനെ വേട്ട കഴിഞ്ഞിട്ടോ. മറ്റേ പട്ടി എവിടെ? കയ്യിലുണ്ടല്ലേ. ഇവ എന്താണ് ഇവ? ഇവ അതൊക്കെ ഒരാളെ ഒരു സിനിമാ നടീനെ ഉണ്ട് ഞാനത് അവിടെ. ആലിയ ഭട്ട് സ്റ്റൈൻ്റെ മോനെ മാരകം തന്നെ കേട്ടോ. അപ്പൊ നമ്മള് കുറെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടോ. ഏത് ഡ്രസ്സാണ് മേടിച്ചെന്ന് വൈക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ഒരു കൊട്ടക്ക് സെലക്ട് ചെയ്തിട്ടാ പോയത് അല്ലേ? അല്ല പിന്നെ കൊട്ടക്ക് സെലക്ട് ചെയ്ത് പിന്നെ കൊട്ട എടുക്കും ആരേലും. യെസ്, ആരും ഉറങ്ങിട്ടോ, നല്ല ഉറക്കാണ്. അതെ അതെ. എനിക്ക് 2 സാധനങ്ങൾ കിട്ടി. ഇനി എനിക്ക് എത്ര സാധനങ്ങൾ കിട്ടുമാവോ? 10 സാധനം കിട്ടും. 10 സാധനം ഒരു ഭാര്യയല്ലേ ഉള്ളൂ. എനിക്ക് 2 ഭാര്യയല്ലല്ലോ ഇത്രയും പർച്ചേസ് ചെയ്യാൻ. 2 ഭാര്യ ഉണ്ടെങ്കിൽ കുറെ പർച്ചേസ് ചെയ്യോ? നമുക്ക് 2 ഭാര്യ ഇട്ടാലോ? പർച്ചേസ് ചെയ്യാൻ മാത്രം 2 ഭാര്യനാക്കാം. കഴിഞ്ഞിട്ട് അത് അടിപൊളി, അങ്ങനെ പൊളിച്ച് ഗൈസ്. അപ്പോൾ നമ്മളെങ്ങനെ ഇതാ ഹിബയുടെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഹിബക്ക് വേറൊരു സാധനം കൂടി ഞാൻ വാങ്ങിയിട്ടാ, നമ്മൾ ഷൂട്ട് ചെയ്തില്ല, ഞാൻ കാണിച്ചു തരാം. സർപ്രൈസ് ആയിട്ട് വാങ്ങിയതാണ് ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത്. അതെ അതെ, സ്ത്രീ അതല്ല, അങ്ങനെ സർപ്രൈസ് ആയിട്ട് വാങ്ങിയല്ല, ഞാൻ എനിക്ക് വേണ്ടി വാങ്ങാൻ വേണ്ടി പോയത്. അപ്പൊ ഹിബക്കും കുറച്ച് ഫ്രീ കിട്ടി അല്ലേ? അപ്പൊ അത് ഇതിൽ കൂട്ടിക്കാം. ഫ്രീബി ഒന്നുമല്ല, ഈയിടെ ഫ്രീബി ഒന്നുമല്ല, ഫ്രീബി അല്ലതാ, ഇത് എന്റെതാ ലാവൻഡർ ആയിട്ടുള്ള ഇതാ. ഇത് നല്ല മണാട്ട് ഇതിൻ്റെത് അല്ലേ? അതെ, 1,500 രൂപ വില ഉണ്ട്. ഓക്കെ, നല്ല വൃത്തിയായിട്ട നാരേ മണം ആയിക്കോട്ടെ എന്നല്ലേ? ഇവനപ്പം മത്തി അയിലൊക്കെ കൈസ് മണക്ക വീട്ടില്. ഞാൻ പിന്നെ യൂസ് ചെയ്യില്ല ഇതുവരെയായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഇതൊന്നും യൂസ് ചെയ്യില്ല. ഞാൻ യൂസ് ചെയ്യൽ ഇതായിരുന്നു കേട്ടോ. നോക്കിയാ നമ്മൾ പണ്ട് ആക്സ് ബോയ്സ് ആണ്. ഇതല്ല ഇപ്പൊ ഡാഡിയൊക്കെ ആയപ്പോ ഭയങ്കര മണം ഒക്കെ. അതാണ് ഏതോ ഒന്നാണ് എന്റെ. മതി മതി മതി, കുറച്ച് എന്താണ് ഇത്? എന്റെ മറ്റോടത്ത് സാധനം ഇല്ല. മെല്ലടി വീട്ടിലെ മണം കേസ് ഒരു രക്ഷയില്ല. ഞാൻ അങ്ങനെ നടന്നു പിന്നെ സ്മെല് ചെയ്യണോ? ഓ അതെ, കളറായല്ലോ ഹിബ. ഫുള്ള് സാധനങ്ങൾ ഹിബക്ക് തന്നെ കേട്ടോ. ആ സാധനം എടുത്താൽ ഒഴിവാക്കി കുഴപ്പമില്ല. അടിപൊളി. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും സംഭവം സെറ്റായി. ഹിബക്കും അങ്ങനെ പെർഫ്യൂം. ഇനി എന്താ ഹിബക്ക് വേണ്ടിയത് വേഗം പറയൂ, സമയമായി. എനിക്ക് തിന്നണം. എന്താ അതുകൂടി കഴിഞ്ഞല്ലോ അല്ലേ? പിന്നേതാ വേറൊരു ഷോപ്പ് കൂടി പോണം. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വേണം. ശരി, എന്താ ഉള്ളത് പിന്നെ അങ്ങോട്ട് വിക്ക് വല്ല പട്ടാണിക്ക്. അതിന് ആണുങ്ങൾ അതിനാരും എടുക്കൂല. ഓക്കെ, പൈസ കിട്ടൂലല്ലോ, അതല്ലേ സീനല്ലേ? ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഹിബയുടെ അടുത്തതായിട്ട് എന്തോ വാങ്ങണതിന് മുന്നേ യെസ്, അപ്പൊ പോയി ഫുഡ് കഴിക്കാം ഗൈസ്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ കഫേ പോയിട്ട് ഫുഡ് കഴിക്കുന്നത്.
ഹിബക്കാണെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം അതെ തോന്നുന്നു അതെ അതെ ഫസ്കാരുടെ കൂടെ കൂടിയതിനു ശേഷം നടക്കില്ല എന്ന് പിടിച്ചാ ആരെ യാരനെ ഇയ്യെന്നെ പിടിച്ചോ അല്ല എന്റെ പാന്റ് ലൂസാ ഒന്ന് പിടിച്ചാ അല്ലല്ല ഗൈസ് അവിടെ പോകുമ്പോ ഹിബ അമ്മ ആണെന്ന് ആരും അറിയരുതല്ലോ ഹിബ മമ്മി എന്ന് പറഞ്ഞാൽ ആരും ഹിബനെ പാന്റ് ലൂസാണ് നീ യങ്ങായിട്ട് തോന്നാൻ വേണ്ടിട്ടാ ഞാൻ പിടിച്ചോളാം പാന്റ് ലൂസ് ഒന്ന് കെട്ടണോ അപ്പൊ നോക്ക് കുട്ടീനെ തന്നു വേണ്ടോ ഗൈസ് നൈസായിട്ട് അല്ലെങ്കിൽ ഓളെ അമ്മ എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ തള്ളച്ചിയാണ് ഇതാകുമ്പോ തള്ളല്ലാന്ന് വിചാരിക്കും എന്തോ ഐഡിയ അതെ അപ്പൊ എന്റെ കുട്ടിയിൽ എന്റെ കയ്യിലില്ലെങ്കിൽ അത് തള്ളല്ലാന്ന് വിചാരിക്കും കഫേയിൽ വന്നിട്ട് ഹിബ ആർക്ക് കഞ്ഞി കൊടുക്കട്ടെ യെസ് ഹിബ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്റ്റേക്ക് പിന്നെ എന്തൊക്കെയോ വാങ്ങാത്തതിലേക്ക് ഹിബ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇവിടെ വരുന്നതാണ് അല്ലേ ഹിബ വാച്ച സംഭവങ്ങളൊക്കെ സെറ്റ് ആയല്ലോ എന്തൊക്കെ കിട്ടി ഒരു ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ബീഫ് സ്റ്റീക്സ് സംഭവങ്ങളൊക്കെ അല്ലേ നമ്മള് സാധാരണ ബിരിയാണിയൊക്കെ തിന്നാറ് ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു അല്ലേ ഇവക്ക് ഭയങ്കര വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് അല്ലേ ഹായ് ഗൈസ് അങ്ങനെ ഇത് മൊത്തം തിന്നോർത്ത് ഹിബ അങ്ങനെ ഒരു ആഗ്രഹം കൂടി കഴിഞ്ഞല്ലോ അല്ലേ മൊത്തം എടുക്കാണ് സജി അല്ലേ അത് മാത്രല്ല നമ്മളെ മനുച്ചേട്ടൻ വന്നിട്ടുണ്ട് ആരാ മനുച്ചേട്ടന്റെ പേരെ കളിച്ചോണ്ട് അല്ല ഐറ്റംസ് നോക്കല്ലോ കുറച്ച് ബാഗോ ബാഗ് കുറെ ഉള്ളതാ നിർത്തിക്കോ ആ ബാഗ് അല്ല ബീൻ ബാഗ് ബീൻ ബാഗോ ആ ബീൻ ബാഗ് നല്ല കാര്യം വീട്ടിലേക്കുള്ള അല്ലേ അല്ല എനിക്ക് മാത്രം ഇരിക്കാനുള്ള ആ ഓക്കെ അത് കൂടെ ഗൈസ് അത് പൊളിച്ചെന്തായാലും ബീൻ ബാഗ് വാങ്ങട്ടെ നമുക്ക് ഇനി എന്തായാലും ബീൻ ബാഗ് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞേട്ടാ ബീൻ ബാഗ് വാങ്ങി തരാട്ടാ ഒന്നും കിട്ടിയിട്ടില്ല ഒന്നുമില്ല ഒരു സുന്ദരില്ല എന്റെ ബർത്ത്ഡേ ഒന്നല്ല ഇത് ഫെബ്രുവരി 14 ഒരു വാലന്റൈൻസ് ഡേ ആണ് വെറുതെ പട്ടിദിനത്തിനാണ് ഇപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്താണ് കിട്ടിയില്ല സാധനം കിട്ടിയില്ല ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ ബീൻ ബാഗ് ഉണ്ട് മതിയോ ഓക്കെ എല്ലാം കഴിഞ്ഞല്ലോ പോലെ അതിന്റെ ലാസ്റ്റ് ആഗ്രഹമായ ബീൻ ഇവിടെ ഇരിക്കാണ് മിസ്റ്റർ ബീൻ എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട് ഇനി ആഗ്രഹം ഒന്നുമില്ല വീട്ടിൽ പോയിട്ട് ചോറുണ്ടാക്കി പോയിട്ട് അതാണ് എന്റെ ആഗ്രഹം അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് എനിക്ക് വാങ്ങിയ ഡ്രസ്സൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരുന്നുണ്ട് സമയം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളെ സാധനമൊക്കെ കൊണ്ട് നമ്മളിതാ വരികയാണ് കേട്ടോ ലെറ്റ്സ് ഗോ ആരാത് ബീൻ ബാഗിൽ ഇരിക്കുന്നത് ആരാണോ മമ്മന്റെ ഗിഫ്റ്റ് ആണ് ഉള്ളി സാധനം ഇവ അടിപൊളി ബീൻ ബാഗ് അല്ലേ നീ നമ്മളെ വീട്ടിലെ ബീൻസ് പേര് വെക്കണതിന് പകരം ഇതിന്ന് കുറച്ച് ബീൻ എടുത്തു അതെ അതെ പിന്നെ അത് മാത്രല്ല പിന്നെ ഡ്രസ്സ് വാങ്ങി ചെരുപ്പ് വാങ്ങി അന്ന് ഫുള്ള് പിന്നെ പെർഫ്യൂം വാങ്ങി പെർഫ്യൂം അടിപൊളി പെർഫ്യൂം ഞാൻ ചോദിച്ചിട്ടില്ല യെസ് അപ്പൊ എന്തായാലും ഇതൊക്കെ ആയിരുന്നു ഹിബന്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഹിബ എന്താ ഇതിനെ പറ്റി പറയാനുള്ള വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ടാണെങ്കിലും ഗിഫ്റ്റ് കിട്ടിയല്ലോ പിന്നെ ഡ്രസ് ഇതാ ഇവന്റെ ഡ്രസ് സ്റ്റാൻഡേർഡ് ഡ്രസ് കേസ് ഇവിടെ വാ അവിടെ കാണൂല ഡ്രസ് ഇട്ട ഹിബക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് നല്ല സ്റ്റാൻഡേർഡ് ഡ്രസ് ഇവന്റെ സ്വഭാവത്തിന് ഇത് പറ്റൂല എന്നാലും വലിയ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഹിബ നല്ല ഷോള് ഇപ്പൊ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇടുന്ന ടൈപ്പാണ് ഇപ്പൊ ബിക്കോസ് ഹിബ മമ്മി അതിനെ കൊണ്ടല്ല ഹിബ എന്താണ് ഓക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മളെ റിയോ ഉണ്ട് ഇവിടെ നമ്മൾ കുറെ നേരം വിളിക്കുന്നത് റിയോ അച്ഛനെ കടിക്കരുത് കേട്ടോ യെസ് ഗൈസ് അപ്പൊ എന്തായാലും ഇതായിരുന്നു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാം അല്ലെ നിങ്ങൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കണോ അല്ലെങ്കിൽ സിംഗിൾ ആണോ എന്നും കമന്റ് ചെയ്യാം അല്ലെ യെസ് ഗൈസ് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യാം മറ്റു വീഡിയോസ് ബൈ ബൈ